നമസ്കാരം. മലർവാടി ആർട്സ് ക്ലബ്ബ് എന്ന സിനിമയെക്കുറിച്ച് എൻ്റെ അഭിപ്രായം ഞാൻ നിങ്ങളുമായി പങ്കുവയ്ക്കാൻ ആഗ്രഹിക്കുകയാണ്. ഈ സിനിമ സംവിധാനം ചെയ്തിരിക്കുന്നത് വിനീത് ശ്രീനിവാസനാണ്. 5 പുതുമുഖ താരങ്ങൾ ഈ സിനിമയിലൂടെ മലയാള സിനിമയിൽ വരുന്നു. തൊഴിലില്ലാത്ത 5 ചെറുപ്പക്കാരുടെ ജീവിതത്തെ ആസ്പദമാക്കിയാണ് ഈ സിനിമ മുമ്പോട്ട് നീങ്ങുന്നത്. എങ്ങനെ ഇവർ തങ്ങളുടെ സമയം നല്ല രീതിയിൽ ഉപയോഗിക്കാതെ ചെലവഴിക്കുന്നു എന്നതാണ് സിനിമയുടെ ആദ്യ പകുതിയിൽ കോൺസെൻട്രേറ്റ് ചെയ്തിരിക്കുന്നത്. അത് കഴിഞ്ഞ് ഇതിൽ ഈ 5 ചെറുപ്പക്കാരിൽ ഒരാൾക്ക് ഒരു മ്യൂസിക്കൽ റിയാലിറ്റി ഷോയിൽ ഒരു അവസരം ലഭിക്കുകയും പിന്നീട് ജീവിതത്തിൽ ഉയരാനുള്ള അവസരം അയാൾക്ക് ലഭിക്കുമ്പോൾ എങ്ങനെ അവരുടെ ഇടയിൽ ഒരു മിസ്അണ്ടർസ്റ്റാൻഡിംഗ് ഉണ്ടാകുന്നു എന്നുള്ളതാണ് സിനിമ പിന്നീട് മുമ്പോട്ട് നീങ്ങുമ്പോൾ കോൺസെൻട്രേറ്റ് ചെയ്യുന്നത്. സംവിധായകൻ എന്ന നിലയിൽ വിനീത് തന്റെ മികവ് പ്രകടിപ്പിക്കുന്നുണ്ടെങ്കിലും ഈ സിനിമയിൽ വളരെയധികം നാടകീയമായ രംഗങ്ങൾ, അതായത് കച്ചവട താൽപര്യങ്ങൾക്ക് വിധേയമായിട്ടുള്ള രീതിയിലുള്ള രംഗങ്ങൾ നമുക്ക് കാണാൻ കഴിയും. ഒരു പുതുമ കഥയിലില്ല. ഈ കൂട്ടുകാർ തമ്മിൽ ഉള്ള മിസ്അണ്ടർസ്റ്റാൻഡിങ്ങും ഇതെല്ലാം വളരെ അധികം സിനിമകളിൽ മുമ്പ് വന്നിട്ടുള്ള കാര്യങ്ങൾ തന്നെയാണ്. അതുമല്ല, പുതുമുഖങ്ങളുടെ അഭിനയം എന്ന് പറയുന്നത് പുതുമുഖങ്ങളായതുകൊണ്ട് കുറച്ചൊക്കെ അവരുടെ അഭിനയത്തിലുള്ള തെറ്റുകൾ സഹിക്കാൻ പറ്റും. എങ്കിലും മൊത്തത്തിലെ അവർക്കൊരു നാച്ചുറൽ ആയിട്ടുള്ള ഒരു അഭിനയം കാഴ്ചവെക്കാൻ കഴിഞ്ഞിട്ടില്ല. അതുമല്ല, ഈ നടന്മാരിൽ പലരും തന്നെ ഒരു നല്ലൊരു സ്ക്രീൻ പ്രസൻസും ഇല്ല. അതോടൊപ്പം കാരണം പിന്നൊരു കാര്യം എന്നുള്ളത്, ഞാൻ ആദ്യം പറഞ്ഞതുപോലെ തന്നെ വളരെ നാടകീയമായ കുറേ മുഹൂർത്തങ്ങൾ ഈ സിനിമയിലുണ്ട്. ഒന്നും തന്നെ മനസ്സിൽ പതിയുന്ന ഒരു രംഗങ്ങൾ ഇതിൻ്റെ അകത്തില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു പുതുമുഖ സംവിധായകൻ എന്ന നിലയിൽ നമുക്ക് വിനീത് ശ്രീനിവാസനെ ഇനി തള്ളിക്കളയാൻ പറ്റില്ല. പക്ഷെ എങ്കിലും ഇതൊരു നല്ലൊരു ഉദ്യമമായിട്ട് എനിക്ക് തോന്നുന്നില്ല. ഒരു പ്രതീക്ഷ ഒരു സംവിധായകൻ എന്ന നിലയിൽ വിനീത് ശ്രീനിവാസിൽ അർപ്പിക്കാമോ എന്നുള്ളത് ഇനിയുള്ള അദ്ദേഹത്തിന്റെ ചിത്രങ്ങൾ കണ്ടു കഴിഞ്ഞാൽ മാത്രമേ പറയാൻ കഴിയുള്ളൂ. ഈ സിനിമയിൽ ഒരു മുഖ്യ പങ്ക് എന്ന് പറഞ്ഞാൽ സംഗീതമാണ്. പക്ഷെ ഗാനങ്ങൾ ഒന്നും തന്നെ മനസ്സിൽ തട്ടുന്നവയല്ല. അതിന്റെ ചിത്രീകരണവും നല്ല രീതിയിൽ ചെയ്യാൻ കഴിഞ്ഞിട്ടില്ല. മൊത്തത്തിൽ പറയുകയാണെങ്കിൽ ഒരു കണ്ടിരിക്കേണ്ട സിനിമയല്ല ഇത്. ഒരു ബിലോ ആവറേജ് സിനിമയാണ്. ബോക്സ് ഓഫീസിൽ സക്സസ് ആയി എന്നാണ് തോന്നുന്നത്. പക്ഷേ അതൊരു വെറും ഒരു ലക്ക് ഫാക്ടർ മാത്രമാണ്. എന്തൊക്കെയാണെങ്കിലും ഈ സിനിമ കണ്ടില്ലെങ്കിലും ഒന്നുമില്ല, അവോയ്ഡ് ചെയ്യേണ്ട ഒരു സിനിമയാണ്. കാരണം ഒരു രീതിയിലും ഈ സിനിമ ഒരു പ്രതീക്ഷ നൽകുന്ന ഒന്നല്ല. എൻ്റെ അഭിപ്രായം ബിലോ ആവറേജ്.